ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നട മുഖമണ്ഡപവും നടപ്പന്തലും സമർപ്പണം നാളെ. പ്രവാസി വ്യവസായിയും വെൽത്തായ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത്. കേരളീയ ക്ഷേത്ര പ്രവേശന വാസ്തുശൈലിയുടെ അലങ്കാര ഭംഗിയോടെയാണ് പുതിയ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. ചെമ്പിൽ വാർത്തെടുത്ത 3 താഴികക്കുടങ്ങളോട് കൂടിയതാണ് മുഖമണ്ഡപം. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ശില്പിയായ എളവള്ളി നാരായണൻ ആചാര്യയുടെ മകൻ എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ, സൗപർണിക രാജേഷ്, പാന്തറ വിനീത്, കണ്ണൻ തുടങ്ങി വലിയൊരു സംഘം ശില്പികളുടെ മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഇങ്ങനെയൊരു നടപ്പന്തലും മുഖമണ്ഡപവും നിർമ്മിച്ചെടുത്തത്. നിലവിലുള്ള നടപ്പുരയുടെ അതേ ഉയരം തന്നെയാണ് പുതിയ നടപ്പുരയ്ക്കും. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയായ വിഘ്നേഷ് വിജയകുമാർ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽത്തായ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ത്യ CEO-യാണ്. നമസ്കാരം, ഞാൻ വിഘ്നേഷ് വിജയകുമാർ. നാളെ ജൂലൈ 7-ാം തീയതി ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ നടപ്പന്തലിൻ്റെ സമർപ്പണമാണ്. സമർപ്പണ ചടങ്ങിലേക്ക് നമ്മളുടെ പ്രസൻസ് ആയിട്ട് വരുന്ന വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ട് ആദിത്യ ബോസ് വരുന്നുണ്ട്. അതിനോടൊപ്പം ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി മെമ്പേഴ്സ്, തന്ത്രി ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് രാവിലെ 7 മണിക്കാണ് സമർപ്പണ ചടങ്ങുകൾ ഔദ്യോഗികമായിട്ട് ചെയ്യുന്നത്. 6 മണി 6:15 കൊട്ടിട്ട് നമ്മളവിടെ പഞ്ചവാദ്യമേള നടപ്പുര സംവിധാനത്തിൽ വെച്ച് തുടങ്ങുന്നുണ്ട്. 7 മണിക്ക് ഔദ്യോഗികമായി നടക്കുന്ന ചടങ്ങിന് ശേഷം ഒരു 8:30 മുതൽ 1 മണി വരെ നീളുന്ന കലാപരിപാടികൾ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടും നടക്കുന്നുണ്ട്. അതിൽ വിവിധ ചെറിയ കലാപരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 11:00 കൂടിയിട്ട് 140 കലാകാരന്മാർ ചേർന്ന് ഗുരുവായൂരപ്പന് വേണ്ടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു മേളം, ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനൊരു മേളം ഈ ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്ന് എല്ലാ ഭക്തജനങ്ങളെയും, ഗുരുവായൂർ ഭക്തരായിട്ടുള്ള എല്ലാ ഡിവോട്ടീസിനെയും ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നു. ഈ ഒരു ചടങ്ങിൻ്റെ എത്താൻ പറ്റാത്ത പലർക്കും ഈ ചടങ്ങിലേക്കുള്ള കാണാനും അതിനുള്ള ഒരു സൗകര്യം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു QR കോഡിലൂടെയോ അല്ലെങ്കിൽ ഒരുവിധം എല്ലാ യൂട്യൂബ് ചാനൽസിലും നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും വശാൽ ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് തത്സമയം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാനും കഴിയുന്നതാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, നാളെ 7 മണിക്കാണ് നമ്മുടെ ചടങ്ങുകൾ വരുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പേരിൽ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി.